ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഒരു കോമ്പറ്റൻസ് ബിൽഡിംഗ് ഫ്രെയിംവർക്കിനെയാണ്. അപ്പോൾ ഈ കോമ്പറ്റൻസ് എന്നുള്ള സാധനം ഒരു ഒരു ഇറ്റ്സ് വെരി ഹാർഡ് ടു ഡിഫൈൻ. അപ്പൊ ഈ നമ്മൾ കോമ്പറ്റൻസിന്റെ കൂടെ ചേർത്ത് വായിക്കുന്ന ഒരു ടേമാണ് പെർഫോമൻസ്. അപ്പൊ പെർഫോമൻസ് വേഴ്സസ് കോമ്പറ്റൻസ് ഒരു വലിയ ഡിബേറ്റ് ആണ്. ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം നന്നായി ചെസ് കളിക്കാന്ന് വിചാരിക്കട്ടെ, നിങ്ങളും കളിക്കുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെസ്സിന്റെ മൂവ്സും അതിന്റെ ന്യൂവാൻസസും പൊസിഷനും പീസ് സ്ട്രെങ്ത് മാത്രമല്ല, മറ്റേ എന്താ പറയാ, ഈ പീസ് അഡ്വാൻറ്റേജ് ഉണ്ടോ, അങ്ങനെ വളരെ ന്യൂവാൻസ്ഡ് ആയിട്ടാണ് ചെസ് കളിക്കുന്നത്. ഇന്ന സ്ഥാനത്ത് ആദ്യകാലങ്ങളിൽ ഒരു ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ജനറേറ്റ് ആൻഡ് റാങ്ക് മെത്തേഡിലാണ് നെക്സ്റ്റ് മൂവ് ജനറേറ്റ് ചെയ്തിരുന്നത് കമ്പ്യൂട്ടറെങ്കിൽ, പിൽക്കാലത്ത് അവര് മറ്റേ എന്താ പറയാ, മറ്റേ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കളിയുടെ മൂവ്സ്, ഈ എന്താ പറയാ, കളിയെക്കുറിച്ച് ഒരു ജ്ഞാനമില്ലാതെ തന്നെ ഗ്രാൻഡ് മാസ്റ്ററിനെക്കാളും ബെറ്റർ എല്ലോ റേറ്റിംഗ് ഒക്കെ കിട്ടുന്ന ചെസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ രാജീവ് മൽഹോത്ര പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് ആർ ഗുഡ് അറ്റ് പ്ലേയിങ് ചെസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻസ്. ഓക്കെ, ദാറ്റ് ഈസ് because they are really performant over humans. പക്ഷേ they don't have the same competence as a human എന്നുള്ളതാണ്. അപ്പൊ കോമ്പറ്റൻസ് ബിൽഡിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ not only you should have performance, you should have some kind of a self awareness. അതായത് not only you know how to do things, you know how you do things as well. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സമഗ്രമായ ഒരു കോമ്പറ്റൻസ് ഫ്രെയിംവർക്ക് കുറിച്ച് എനിക്കൊരു ആശയം വരാൻ കാരണം സ്വാമി ചിദാനന്ദപുരി 2013 കോഴിക്കോട് ഒരു ക്ഷേത്രത്തില് കർമ്മയോഗത്തെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. അപ്പൊ ആ പ്രഭാഷണം നടത്തിയത് 2013, ഞാൻ കാണുന്നത് 2019. അപ്പൊ അതില് അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പൊ കർമ്മയോഗത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഇത്. ഇപ്പൊ കർമ്മയോഗത്തില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയില് വ്യാപൃതനാവുക എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കട്ടെ. ഇപ്പൊ എന്റെ കേസിൽ ഞാൻ ചെറുപ്പത്തിലെ എന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഒരു ക്രോവിനെ ഞാൻ പിടിക്കുക മാത്രമല്ല, അപ്പൊ അന്ന് ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കണം. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഡിസെക്ഷന് വേണ്ടിയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ഞാൻ ആ കാക്കയെ ഇങ്ങനെ ഞാൻ കത്രിക വെച്ച് മുറിക്കുക മാത്രമല്ല, ഒരു ലൈവ് കാക്കയെ ഞാൻ ചൂടുചോര എന്താന്ന് പറഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. ഐ വാസ് barely 16 at that point in time. അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു നമ്മളിൽ ഒരു സംസ്കാരം ഉളവാകുന്നു. ആ പ്രവൃത്തി തുടരെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു വാസനയായിട്ട് മാറും, അഥവാ ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ ഇതിവൃത്തം. അപ്പൊ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോ ഈ വാസന പല തലങ്ങളിൽ പലപ്പോഴായിട്ട് നമുക്ക് തുടരെ ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് പ്രാവീണ്യമായി മാറുമെന്ന് ഞാൻ. അതായത് അതിന് സ്കിൽ, പ്രാവീണ്യം എന്ന് പറഞ്ഞ സ്കിൽ. അപ്പോ സംസ്കാരം അഥവാ ട്രീറ്റ്സ്, വാസന അഥവാ ഇൻസ്റ്റിക്റ്റ്, പ്രാവീണ്യം അഥവാ സ്കില്ലായിട്ട് മാറും. സ്കില്ലായിട്ട് മാറുക മാത്രമല്ല, അത് നിങ്ങൾക്ക് ഒരു വ്യാഴവട്ടക്കാലം നിങ്ങൾക്കത് തുടരാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിന്റെ എക്സ്റ്റൻഷൻ ആവുകയാണ്. അതായത് അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാവും. അപ്പോ സംസ്കാരം അഥവാ ട്രേറ്റ്സ്, വാസന അഥവാ ഇൻസ്റ്റിങ്ക്റ്റ്, പിന്നെ എന്താ പറയാ, പ്രാവീണ്യം അഥവാ സ്കിൽ, പിന്നെ അവിടുന്ന് അത് നിങ്ങളുടെ ബോഡിയുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറും. അവിടെ വെച്ചിട്ട് നിങ്ങളുടെ കോമ്പറ്റൻസ് ബിൽഡിംഗ് ഫ്രെയിംവർക്ക് തീരുന്നില്ല. കാരണം അവിടെ നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ദാറ്റ് ടൈം നിങ്ങളുടെ മോട്ടോർ നൗസും, നമ്മൾ കാർ ഓടിക്കുന്ന കാര്യമാണ്. വി ഡോണ്ട് ഹാവ് ടു തിങ്ക്. അതായത് കാർ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് അവർ ബോഡി. ഇഫ് യു ഹാവ്, എന്താ പറയാ, അതൊരു 6 മാസത്തേക്ക് നമ്മൾ ചലിപ്പിച്ചു കഴിഞ്ഞാൽ ആ കാർ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് മാറും. പിന്നെ അതിനെക്കുറിച്ച് കാറിന്റെ എന്താ പറയാ മെക്കാനിസം, ഗിയർ, ഫ്യൂവലിന്റെ എഫിഷ്യൻസി, അങ്ങനെയൊക്കെ
വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു നോ മോർ അബൌട്ട് കാർ ഒരു മാർജിനൽ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് അത് കിട്ടും, അല്ലെങ്കിൽ യു വിൽ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ വൈ യു ആർ എ ഗുഡ് ഡ്രൈവർ. ആ സെൽഫ് അവയർനെസ് വരുമ്പോൾ അതിനെ ദൃഷ്ടി എന്ന് പറയും. അത് നിങ്ങളുടെ വിഷന്റെ ഭാഗമാണ്. ഓക്കെ, ഏത് സ്കില്ല്. അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ മാത്തമാറ്റിക്സിലെ ഏതെങ്കിലും ചെറിയ ബ്രാൻഡാണെന്ന് അറിയാം, ഇപ്പൊ പ്രൊപ്പോസിഷണൽ ലോജിക്കും പ്രെഡിക്കേറ്റ് ലോജിക്കും അല്ലെങ്കിൽ സിംബോളിക് ലോജിക്കും നിങ്ങൾ പഠിക്കാനിരിക്കുകയെന്ന് വെച്ചാൽ, സിംബോളിക് ലൊജീഷ്യനാവാനല്ല, സിംബോളിക് ലോജിക്ക് നിങ്ങളുടെ വർക്കിൽ ഉപയോഗിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ് ഒരു ആധാരമാക്കിക്കൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, പിന്നെ കപ്പിൾ ഓഫ് സെഷൻ നിങ്ങൾക്ക് റിലേഷണൽ അല്ല മറ്റേ എന്താ പറയുക സെറ്റ് തിയറി, ലോജിക്ക്, റിലേഷൻ, ഫങ്ഷൻ, അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു സംസ്കാരം നിങ്ങളുണ്ടാവും. ആ സംസ്കാരം നിങ്ങൾ ഇപ്പോ കുറച്ച് കാലങ്ങളോളം ഇത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അറ്റ്ലീസ്റ്റ് വെൻ യു ഡു SQL query you will be able to have some kind of a nice feel while doing it. ഓക്കെ, ഒരു ബ്രൂട്ട് ഫോഴ്സ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിന് പകരം അത് നിങ്ങളുടെ വാസനയായിട്ട് മാറും. അത് കുറച്ചും കൂടി എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് മൾട്ടിപ്പിൾ പ്രോജക്ട്സിലും എൻഗേജ്മെന്റ്സിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ദറ്റ് വിൽ ബി പാർട്ട് ഓഫ് യുവർ സ്കിൽ. But still you need to do some kind of an explicit mental model shift in order to do it. But if you do it for a long time, then that becomes a relational algebra, relational calculus, functional programming, set, relation, function, group, ring of field, ഇങ്ങനത്തെ ഫീൽഡ്സ് ഒക്കെ നിങ്ങളുടെ ഒരു എന്താ പറയാ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് യുവർ ബോഡി ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്താ പറയുക വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുന്നതാണ്. But you should not stop there. But if you learn more about it, and if you find more examples where these things are used, you will be able to do them. A large class of problems which you encounter can be reduced into this. Okay, discrete mathematics, set, relation, function, propositional logic, predicate logic, മേബി ലാംഡ കാൽക്കുലസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ദൃഷ്ടിയുടെ ഭാഗമാകും എന്ന് പറയും. അപ്പൊ അത് എന്താ പറയാ അതൊരു ഇതാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, സംസ്കാരം അഥവാ ട്രെയ്റ്റ്, മറ്റേ എന്താ പറയാ വാസന അഥവാ ഇൻസ്റ്റിൻക്റ്റ്, പ്രാവീണ്യം അഥവാ സ്കിൽ, പിന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാവുക എന്ന് പറയുന്നത്, അതായത് ഈ ഇറ്റ് ബിക്കംസ് ദ എക്സ്റ്റൻഷൻ ഓഫ് യുവർ ബോഡി. പിന്നെ ഇഫ് യു നോ ഹൗ യു ആർ ആക്ച്വലി ഡൂയിങ് തിങ്സ്, ഒരു മെറ്റാതലത്തിൽ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് യുവർ ദൃഷ്ടി. അപ്പൊ ഈ പഞ്ചതത്വങ്ങൾ അല്ലെങ്കിൽ 5 ലെവൽസ് ഓഫ് മെഷർമെന്റ്, ഒരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് നടത്തി കഴിഞ്ഞാൽ യു ഷുഡ് നോട്ട് സ്റ്റോപ്പ് ലേണിംഗ് എനി സബ്ജക്ട് അൺടിൽ യു റീച്ച് ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് യുവർ ദൃഷ്ടി. അപ്പൊ അതിന് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു സ്റ്റഡി ഹൊറിസോണ്ടൽ സബ്ജക്ട്സ് ലൈക്ക് math, statistics, logic, economics, business, finance, game theory, taxation, it transcends domain. അതിന്റെ മുകളിലാണ് നിങ്ങൾ ഇങ്ങനത്തെ ഈ നിങ്ങളുടെ നോളജ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ലോജിക്കലി ഗ്രൗണ്ട് യുവർ ന്യൂ നോളജ്, ഓർ ഇഫ് യു ഹിയർ അബൌട്ട് സം ന്യൂ ടെക്നോളജി യു ക്യാൻ എംപിരിക്കലി ഗ്രൗണ്ട് ഇറ്റ് ആസ്. അപ്പോ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോ ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബുക്ക് ഉണ്ടായിരുന്നു, 97 Things Every Architect Should Know. അതായത് 2008 കണ്ട് പബ്ലിഷ് ചെയ്ത ബുക്ക്. അപ്പൊ ആ പുസ്തകത്തില് കുറെ ആർട്ടിക്കിൾസ് ആണ്. അതില് ഒരു ആർട്ടിക്കിൾ ഈ മാർട്ടിൻ ഹൈഡഗർ ഓൺ ടൂൾസ് ആണ്. മാർട്ടിൻ ഹൈഡഗർ എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ഉണ്ട്. പുള്ളി ഒരു ഫിനോമിനോളജിസ്റ്റ് ആണ്. അതായത് എഡ്മണ്ട് ഹസഡിന്റെ ശിഷ്യനാണ്. പിന്നെ ഹാന ആറണ്ട്, ഇവരൊക്കെ ഒരു ജർമ്മൻ സെറ്റ് ഓഫ് ജർമ്മൻ ഫിലോസഫേഴ്സ് ആണ്. ഇവര് അദ്ദേഹം ടൂൾസിനെ കുറിച്ച് എക്സ്റ്റൻഷനെ കുറിച്ച് നടത്തിയപ്പോ 2 ടേംസ് അദ്ദേഹം വേണ്ട, സുഹാണ്ടൻ വെറാൻഡൻ എന്നാണ് ആ ടൂളിന്റെ പേര്. അതായത് നിങ്ങളൊരു കാര്യം നിങ്ങളുടെ പ്രാവീണ്യ തലത്തിലെത്താന്ന് വെച്ചോ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിന് സുഹാണ്ടൻ എന്ന് പറയും. അതായത് നിങ്ങളുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വ്യക്തിത്വത്തിന്റെ ഭാഗവും ഇറ്റ് ബിക്കംസ് എക്സ്റ്റൻഷൻ ഓഫ് യുവർ ബോഡി, ടൂൾ ബിക്കംസ് എക്സ്റ്റൻഷൻ ഓഫ് യുവർ ബോഡി. ഇപ്പൊ ഒരു ക്രിക്കറ്റർ ടെണ്ടുൽക്കറിന്റെ ബാറ്റ് അയാളുടെ ശരീരത്തിന്റെ എക്സ്റ്റൻഷൻ മാതിരിയാണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് സുഹാണ്ടൻ എന്ന് പറയുന്നത്. എന്ന സ്ഥാനത്ത് നിങ്ങളൊരു
ഒരു അമച്ചർ ക്രിക്കറ്ററാണ് അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ സീസണിൽ കളിക്കുന്ന ആളാണെങ്കിൽ you require some kind of a explicit conditioning before you swing the bat the way you want it to swing. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പ്ലിസിറ്റ്ലി ആ ടൂൾ ഉപയോഗിക്കണം. അതിനെ വെറാൻഡൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സുഹാൻ കണ്ടാക്ട് എന്തൊരു സുഹാൻ ZUHANDEN VERRAHNDEN എന്നാണ് വെറാൻഡൻ എന്നാണ് ആ ടേമിന്റെ പേര്. അപ്പോ ഇതിലിപ്പോ സംസ്കാരം, മറ്റേ വാസന, ഈ പ്രാവീണ്യം ഒരു വെറാൻഡന്റെ ഒപ്പവും മറ്റേ എന്താ പറയാ നമ്മുടെ വ്യക്തിത്വം സുഹാണ്ടന്റെ ഒപ്പവും നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. മറ്റേത് മെറ്റാതലത്തിലാണ് ദൃഷ്ടി. ഓക്കെ, അപ്പോ this framework, this 5-layer framework nicely maps to Martin Heidegger's research on tools. അപ്പോ ഈ ഏത് ടൂളാണോ ഒരു സുഹാണ്ടൻ ലെവലില് മറ്റേ എന്താ പറയാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപാദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇതില്, അതായത് നമ്മുടെ മൊഴികളിൽ വളരെ വൈരുദ്ധ്യം കുറവായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫാദറാണ്, പുള്ളിയുടെ പേര് പീറ്റർ എന്നാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം തമാശയ്ക്ക് അക്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ഒമിനിക് കമ്പ്യൂട്ടബിലിറ്റി ഉണ്ട്. ഒമിനിക് കമ്പ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ anything which I say has to be computable, and I will only say about things which are computable. അപ്പോൾ അതൊരു ക്ലവർ സ്ട്രാറ്റജിയാണ്. ഇൻ ദ സെൻസ് ദാറ്റ് okay, if you can write a working computer program around what you have told, or if you tell only things which can be algorithmized and implemented on a computer in a tractable manner, നമ്മുടെ എറേഴ്സ് കുറവാണ്. അപ്പൊ ഞാനൊരു പബ്ലിക് ഇപ്പൊ കുറെ സെഷനിലൊക്കെ പോയി സംസാരിക്കണം, വിവിധ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അധികം എറർ ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയാ ജനറലൈസേഷൻ എറർ, ഇൻഡക്റ്റീവ് എറർ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നത് ഇതാണ്. അപ്പൊ ഈ പറയുന്ന സംസ്കാരം, വാസന, പ്രാവീണ്യം, വ്യക്തിത്വം, ദൃഷ്ടി എന്ന് പറഞ്ഞ ഈ 5 പഞ്ചതത്വത്തിനൊപ്പം വേറെയും കുറെ ഫ്രെയിംവർക്ക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു നിങ്ങളുടെ കോമ്പറ്റൻസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 5 തലത്തിലും നിങ്ങൾക്ക് ഇത് വേണം. അത് മാത്രമല്ല, യു വിൽ ബി ഏബിൾ ടു വ്യൂ തിങ്സ് ഫ്രം ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഫ്രെയിംവർക്ക് ഈസ് യൂസ്ഫുൾ. If you feel that okay, you need clarification, please do comment on it. I hope this video was useful. Nandi, namaskaram.